CPM ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കരുവാരകുണ്ട് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ CPM സംസ്ഥാന സമിതി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ ഒറ്റപ്പെടുത്തുക, മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക, വർഗസമരം ശക്തിപ്പെടുത്തുക എന്നീ കാര്യങ്ങളാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന് PK സൈനബ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പലസ്തീനിൽ ഇപ്പോൾ 48,000-ഓളം വരുന്ന ആളുകളെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊന്നൊടുക്കിക്കൊണ്ടുള്ള ആ യുദ്ധം അതേപോലെ തുടരുന്നു എന്നുള്ളതും ആ ഫലസ്തീന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന രാഷ്ട്രങ്ങളെ പോലും ആക്രമിക്കും എന്നുള്ള രൂപത്തിലേക്ക് വരികയും ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ടിട്ടുള്ളത് സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ, ഇറാന്, ലെബനോൻ, സിറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഫലസ്തീനുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ അവിടെ യുദ്ധം നിർത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി അവരെ സഹായിക്കുന്നു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ സിറിയയിൽ തന്നെ അസദിന്റെ ഭരണത്തെ പോലും അട്ടിമറിക്കപ്പെടുന്ന വിധത്തിലേക്കുള്ള ഇടപെടൽ ഇസ്രായേൽ നടത്തുകയും അതിന്റെ അവിടെയുള്ള ഭീകര സംഘടനയായിട്ടുള്ള ഹയാത്ത് തഹ്രീർ അൽ ഷാമു എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന HTS എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടനയുമായിട്ട് കൈകോർക്കുന്നതിലേക്കടക്കം ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് അമേരിക്ക അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സിറിയയിലെ ഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്കടക്കം അവിടെ ഉണ്ടായിരുന്ന അല്പം മതനിരപേക്ഷമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഭരണത്തെ പോലും അട്ടിമറിക്കുന്ന വിധത്തിലേക്ക് ഇന്ന് ഫലസ്തീൻ പ്രശ്നത്തെ വലിയ പശ്ചിമേഷ്യയിൽ ആകെയുള്ള ഒരു സംഘർഷ പ്രശ്നമാക്കി മാറ്റുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഏരിയ കമ്മിറ്റി അംഗം MT അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AK സജാദ് ഹുസൈൻ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം J ക്ലീറ്റസ് മാസ്റ്റർ പതാക ഉയർത്തി. മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V രമേശൻ, V ശശികുമാർ, വണ്ടൂർ ഏരിയ സെക്രട്ടറി BM റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം N കണ്ണൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള പതാക, കൊടിമര, ദീപ, ശിഖ ജാഥകൾ നേരത്തെ നടന്നിരുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പുന്നക്കാട് ചുങ്കത്ത് നിന്നും കിഴക്കത്തല വരെ നടക്കുന്ന റെഡ് വാളണ്ടിയർ മാർച്ചും പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടക്കും. പൊതുസമ്മേളനത്തിൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് C തോമസ്, Dr. P സരിൻ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് നടന്നിരുന്നു. സഖാവ് നെടുമ്പ മുഹമ്മദ്, സഖാവ് പട്ടിക്കാടൻ മുഹമ്മദ് നഗർ നാമകരണം ചെയ്ത പുൽവട്ടയിൽ നിന്ന് കൊടിമര ജാഥയും, കാപ്പിൽ അലവി, കാപ്പിൽ ജോയി നഗർന്ന് നാമകരണം ചെയ്ത വണ്ടൂർ കാപ്പിൽ നിന്ന് പതാക ജാഥയും, അരിമണലിലെ AV ഉമ്മൻ നഗറിൽ നിന്ന് ദീപശിഖ ജാഥയും കിഴക്കത്തലയിൽ സംഗമിച്ചിരുന്നു. പ്രത്യാശാസ്ത്രത്തിന്റെ പുതിയ ജീവിതത്തിന്റെ വഴികാട്ടി സാധാരണക്കാരൻ ചെങ്കടി പ്രസ്ഥാനം നിൽക്കുന്ന പാർട്ടിയുടെ വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് അല്പസമയങ്ങൾക്കകം തുടക്കം. ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളെയും അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് CPIMന്റെ വണ്ടൂർ ഏരിയ സമ്മേളനങ്ങളിൽ ഉയർത്തിയാറുള്ള ദീപശിഖ ജാഥകളുടെ അനുവാദത്തിന്റെ ഫലമടക്കുക സാക്ഷികൾക്ക് സംഗമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുമോദിക്കുക.
അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.